ഇന്ന് കൗതുകമുള്ള നമ്മുടെ ഒരുപാട് വാർത്തകൾക്കിടയിൽ കൗതുകം തോന്നിയൊരു വാർത്ത ഞാൻ ടി ജിയോട് ഷെയർ ചെയ്യാനായിരിക്കുന്നു. ടി ജിക്ക് അതിൻ്റെ പൊളിറ്റിക്സ് മാത്രമല്ല, അതിൻ്റെ നിയമപരമായ വശം കൂടി താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ വിഷയം എന്താ വെച്ചാൽ, ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ, ആറ്റിങ്ങൽക്കാരനാണ്. ഇപ്പോൾ അദ്ദേഹം പുരുഷനാണ്, പക്ഷേ അദ്ദേഹം സ്ത്രീയായി ജനിച്ചയാളാണ്. ഹരി ദേവദൂത് എന്നാണ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് അതെ ഹരി ദേവഗീത് എന്നാണ്. ഹരി ദേവഗീത് ആറ്റിങ്ങൽക്കാരനാണ്, 28 വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പ്രോസസ്സിലാണ്, ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോസസ്സിലാണ്. സ്ത്രീ ആയിരുന്നു പണ്ട്, ഇപ്പോൾ അദ്ദേഹം ഓരോ സർജറി 1 by 1 ആയിട്ട് നടത്തിയിട്ട് പുരുഷനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യവുമായിട്ട് ഹൈക്കോടതിയിൽ ഇന്നലെ വന്നു. അതാണ് വാർത്ത. ഹൈക്കോടതിയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഈ പ്രോസസ്സ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ മാൻ ടു എ വുമൺ, ഫ്രം എ വുമൺ ടു എ മാൻ, അത് വിജയകരമായി എന്ന് വരാം, പക്ഷേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞാവണമെന്ന്, ഞാൻ അച്ഛനോ അമ്മയോ ആവട്ടെ, എനിക്കൊരു കുഞ്ഞു വേണം തോന്നിയാൽ അതിന് ബയോളജിക്കലി എനിക്കൊരു വഴിയേ ഉള്ളൂ. അതെന്താ വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഈ അണ്ടാശയമുണ്ട്, ഗർഭപാത്രമുണ്ട്, ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പോവാം 1 by 1. അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗ് ഉണ്ടല്ലോ, അത് സംരക്ഷിച്ച് നിർത്താൻ ഒരു ബാങ്കിൽ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്താനും എനിക്കൊരു ബയോളജിക്കൽ കുഞ്ഞ് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്താനും എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വന്നു. കോടതിയിൽ ഒരു നിസ്സഹായത വാക്കാൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനൽ വിധി വന്നിട്ടില്ല. അതിങ്ങനെയാണ്, ഈ ഒരു ആക്ട് ART ആക്ട് ഉണ്ടല്ലോ, ART ആക്ട് അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടെക്നോളജി ആക്ട്, ആ ആക്ട് ഉണ്ട്, ഇന്ത്യയിൽ നിലവിലുണ്ട്. ആ ആക്ട് പ്രകാരം ഒരു സ്ത്രീ ഈ അപേക്ഷയുമായിട്ട് ചെന്നാൽ പരിഗണിക്കാം, ഒരു കപ്പിൾ ഒരുമിച്ച് ചെന്നാലും പരിഗണിക്കാം. ഇയാൾ ചെറുപ്പക്കാരനാണ്, ഒരു പുരുഷൻ ഒറ്റയ്ക്ക് ചെന്നാൽ അനുവദിക്കാൻ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത്. ഇത് സങ്കീർണമായൊരു കേസാണ്, എന്നാൽ അപൂർവമായി മാത്രം നമ്മൾ അനുഭവിക്കുന്ന ഒരു കേസുമാണ്. എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത? ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ എന്നും നമ്മുടെ ഒരു തലവേദനയാണല്ലോ. ഇതിൽ ഇത്തരം ഇഷ്യൂസിലുണ്ട്. നിയമം എപ്പോഴും കോടതിയെ ധർമ്മസങ്കടത്തിലാക്കും. കാരണം ഇതിനകത്ത് മൊറാലിറ്റിയുടെ ചോദ്യങ്ങളാണ്, ലീഗാലിറ്റി അല്ല, മൊറാലിറ്റിയാണ്. നമ്മുടെ കോടതികൾ മോറൽ കോടതികളല്ല, ലീഗൽ കോടതികളാണ്. ഇപ്പം നമ്മൾ ഇമ്മോറൽ റിലേഷൻ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾ, സമൂഹം നെറ്റിച്ചുളിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഇല്ലീഗലല്ല. ഇതുമായിട്ട് കോടതി പോയി കഴിഞ്ഞാൽ കോടതി നിയമവിരുദ്ധതയൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ കോടതികൾക്ക് ലീഗാലിറ്റിയെ നോക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇത്തരം കേസുകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ട്രാൻസ്ജെൻഡർ കേസിൽ, നമ്മുടെ കോടതികൾ കുറേയധികം ഉദാരമായ ഒരു കാഴ്ചപ്പാടാണ് എടുത്തിട്ടുള്ളത്. കാരണം അവർ കടന്നു വരുന്ന ഒരു ട്രോമയാണ്, വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് കോടതികൾ പരിഗണിക്കും. ഇത് പരിഗണിക്കാനായിട്ട് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമുണ്ട്. ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 വെച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ഏത് കാര്യത്തിലും ഏത് നിയമത്തിലും ഇടപെടാം. 226 വെച്ചിട്ട് അങ്ങനെ വകുപ്പ് തന്നെ ഉണ്ട്. ആർട്ടിക്കിൾ 2 അതൊരു പ്രധാനപ്പെട്ട വകുപ്പാണ്. അത് വെച്ചിട്ടാണ് നമ്മളുടെ റിട്ട് പെറ്റീഷൻ ഇതെല്ലാം മൂവ് ചെയ്യുന്നത് അണ്ടർ ആർട്ടിക്കിൾ 226. അതിന് താഴെയുള്ള കോടതികൾക്ക് പാടില്ല. ഇല്ല, സെഷൻസ് കോടതിക്ക് ഇത് പാടില്ല. അതുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. റിട്ട് എപ്പോഴും ഗവൺമെൻറ് ഇന്ന കാര്യം ചെയ്തു തരണം, അല്ലെങ്കിൽ ഇന്ന ഉത്തരവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയിലാണ് അത് തുടങ്ങുന്നത് തന്നെ. റിട്ട് പെറ്റീഷൻ 226 ആണ്, 226. അതിലും അതുപോലെയോ അതിലും വലുതോ ആണ് സുപ്രീം കോടതിക്കുള്ള ആർട്ടിക്കിൾ 142. അത് കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 142 അനുസരിച്ച് യുക്തമായ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം കൊടുക്കുന്നു. ആർട്ടിക്കിൾ 142 അത് വെച്ചിട്ട് അതിൻ്റെ ഉപയോഗമോ ദുരുപയോഗമോ ആണ് ജസ്റ്റിസ് പർദീവാല തമിഴ്നാട്ടിലെ ഗവർണറും സർക്കാരും തമ്മിലുള്ള കേസ് അതിൽ ഇടപെട്ടിട്ട് ഗവർണർക്ക് നിർദ്ദേശം കൊടുക്കുക, പ്രസിഡൻറ്റിന് നിർദ്ദേശം കൊടുക്കുക, 2 മാസത്തിനകം ഒപ്പിട്ടോളണം, ഒപ്പിട്ടില്ലെങ്കിൽ ഇത് പാസ്സായതായിട്ട് ഞാൻ കണക്ക് കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എൻക്രോച്ച്ഡ് ഇൻ ടു ദ ഏരിയ ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് ഗവർണർ. ഈ ത്രൂ 142 ആണ് ചെയ്തത്. അപ്പോൾ അന്ന് വൈസ് പ്രസിഡൻറ്റ് ജഗദീപ് ധൻകർ ചോദിച്ചു,
ഇതെന്താ ഈ ആർട്ടിക്കിൾ 142 ന്യൂക്ലിയർ മിസൈലാണ്, നിങ്ങൾക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് ഭസ്മമാക്കി കളയുക. ഇറ്റ് വാസ് എ മിസ്യൂസ് ഓഫ് ദാറ്റ്. ഞാനതിനെ വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്ത ആളാണ്. ബട്ട് ദാറ്റ് പവേഴ്സ് ആർ വിത്ത് സുപ്രീം കോർട്ട്. ആ പവർ കൊടുക്കുന്നത് ഈ നിയമം മനുഷ്യനെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ്. ഇപ്പോൾ ഒരു കേസിൽ സ്ത്രീയും പുരുഷനും പൈലറ്റാണ്, അവർ തമ്മിൽ വഴക്കായി, വിവാഹം ചെയ്തതാണ്, വഴക്കായി, പ്രശ്നമായി, ഒരുപാട് കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായി. ആ കൂടെ രണ്ടുപേരുടെയും കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമായി. ഇപ്പോൾ ദ കേസ് ഹാസ് ബീൻ സോ ഡെവലപ്ഡ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പോട്ടെ. അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ചിരുന്നേയില്ല എന്ന് കോടതി വിധി തരണം. കല്യാണം കഴിച്ചു, ഡൈവേഴ്സ് ചെയ്തു, അതൊരു സ്റ്റാറ്റസാണ്. കല്യാണമേ കഴിച്ചിരുന്നില്ല, വി ആർ ബാച്ചിലേഴ്സ്, അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കിട്ടണം. അമേരിക്കയിൽ ഇതിലും വലിയ ഭ്രാന്ത് നടന്നതാണ്. ഒരു ചെറുക്കൻ, അവൻ്റെ ആവശ്യം ഇതായിരുന്നു, ഈ ആൾ എൻ്റെ അച്ഛനല്ല എന്ന് ഡിക്ലെയർ ചെയ്യണം. DNA സംഗതിയൊക്കെ ശരിയാണ്, ബട്ട് ഈ അച്ഛനെ എനിക്ക് വേണ്ട, ഇയാളല്ല എൻ്റെ അച്ഛൻ. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് അച്ഛൻ വേണ്ട, അമ്മയുണ്ടല്ലോ, അത് മതി. ബട്ട് സ്റ്റിൽ സർക്കാരിൻ്റെ പല കാര്യത്തിനുമൊക്കെ അച്ഛനില്ലാതെ പറ്റുമോ? വേണ്ടെന്ന്. ഞാൻ സകല കുളത്തിലും അമ്മയുടെ പേര് ഫില്ല് ചെയ്തു. അതെങ്ങനെ അവസാനിച്ചു എന്ന് എനിക്കറിയില്ല, എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ. അങ്ങനൊരു കേസ് വന്നു. ഒരു ചെറുക്കൻ പറഞ്ഞു, ഈ അച്ഛൻ കൊള്ളില്ല, ഇയാൾ ബയോളജിക്കൽ അച്ഛനാണ്, ബട്ട് ഞാൻ ഇയാളെ അംഗീകരിക്കുന്നില്ല, ഇയാളുടെ സർനെയും ഞാൻ ഉപയോഗിക്കില്ല, ഇപ്പോൾ എല്ലാ ബന്ധവും വിച്ഛേദിക്കണം. ശരി, വിച്ഛേദിച്ചിട്ട് നീ സന്തോഷമായിട്ട് കഴിഞ്ഞോ? പോരാ, എനിക്കിത് എൻ്റെ അച്ഛനല്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കിട്ടണം കോടതിയിൽ നിന്ന്. ഇതായിരുന്നു എൻ്റെ ആവശ്യം. ഇവരുടെ ആവശ്യം ഞങ്ങൾ കല്യാണമേ കഴിച്ചിരുന്നില്ല എന്ന് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ കോടതി ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ്, ഇവർ വന്നുപെട്ട, അവർ തന്നെ ഉണ്ടാക്കിയ കുരുക്കാണ്. പക്ഷെ വന്നുപെട്ട കുരുക്കിൽ നിന്ന് അവരെ രക്ഷിച്ചില്ലെങ്കിൽ ആ സ്ത്രീക്ക് 36 വയസ്സ്, പുരുഷന് 38 വയസ്സ്, ഇനിയും ജീവിതം ഒരുപാട് മുന്നോട്ടുണ്ട്. ഇതിങ്ങനെ ഈ കുടുക്ക് ഊരാൻ സുപ്രീം കോടതിക്ക് മാത്രമേ പറ്റുള്ളൂ. അവർ ആർട്ടിക്കിൾ 142 വെച്ചിട്ട് ബാക്കി എല്ലാ മെരിറ്റും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, ഇവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ കല്യാണമേ കഴിച്ചിരുന്നില്ല, ആ ഇനിഷ്യോ വോയിഡായിരുന്നു ഇവരുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊരു ജഡ്ജ്മെൻ്റ് എഴുതി കയ്യിൽ കൊടുത്തു. സന്തോഷമായി, രണ്ടുപേരും പോയി. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട്, കാരണം ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കറിയാം ഈ നിയമം എന്ന് പറയുന്നത് അതിനൊരു പരിധിവരെ മാത്രമേ അപ്രോച്ചുള്ളൂ. മനുഷ്യൻ്റെ ജീവിതം, മനസ്സ്, ചിന്ത, ഇതൊക്കെ അതിനൊക്കെ അപ്പുറത്താണ്. തീർച്ചയായിട്ടും നിയമത്തിന് യുക്തിയുണ്ട്, യുക്തി വെച്ചേ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജീവിതമാണെങ്കിലോ ഒരു യുക്തിക്കും വഴങ്ങാത്ത സാധനം. ഒരാൾ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരയില്ല, അയാൾക്കും ഉത്തരയില്ല. സാറ് ചോദിക്കുമ്പോൾ എന്താ ഇങ്ങനെ, എനിക്കറിയില്ല സാർ എന്ന് ഞാൻ തന്നെ പറയും നിസ്സഹായനായിട്ട്. എന്തുകൊണ്ട് ഞാനിത് ചെയ്തു ഈശ്വരാജ്യം, ബട്ട് ചെയ്തു പോയി. ഇങ്ങനത്തതാണ് ജീവിതം. അപ്പോൾ ഇത് ഭരണഘടനാ ശില്പികൾക്ക് പറയാം. അതുകൊണ്ട് അവർ ഹൈക്കോടതിക്ക് 226 വഴി അധികാരം, സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 142 വഴി അധികാരം കൊടുത്തു. ഹൈക്കോടതികൾ പക്ഷേ 226ൻ്റെ അധികാരം അങ്ങനെ അങ്ങ് ഉപയോഗിക്കാറില്ല. ആവശ്യത്തിന് മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. എൻവയോൺമെൻറ്റ്, ആളുകളുടെ മറ്റ് കഷ്ടപ്പാടുകൾ, വീട് വെച്ചില്ല, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, അത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിനെ വിമർശിക്കുക, ഇതിനൊക്കെ അവർ 226 ഉപയോഗിക്കും. സുപ്രീം കോടതിയാണെങ്കിൽ നിർദ്ദയം അത് ചെയ്യുകയും ചെയ്യും. ഈ പണ്ടൊക്കെ ഹൈക്കോടതി വിധി നമ്മൾ അപ്പീൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുള്ളൂ. കാരണം ഹൈക്കോടതി ഇരിക്കുന്ന ജഡ്ജിമാർ പൊട്ടന്മാരല്ല, ഇവരുടെ തന്നെ സ്റ്റേച്ചറുള്ള ആൾക്കാരാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ സീനിയോറിറ്റി നിങ്ങളൊരു അപ്പലേറ്റ് കോർട്ടിൽ പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വിവരം കൂടുതലായതുകൊണ്ടോ ഒന്നുമല്ല. സീനിയോറിറ്റിയും മറ്റേ ആ കൊളീജിയത്തിൻ്റെ അതിനകത്തും അതൊക്കെ വല്ലാത്ത കഥകളാണ്. ഏതായാലും നിങ്ങളവിടെ പോയി, ഇയാളേക്കാൾ ബുദ്ധിമാനൊന്നും അല്ല നിങ്ങൾ. അപ്പോൾ ആ ഒരു അവരുടെ ഉള്ളിൽ ആ ഒരു റെസ്പെക്റ്റ് അല്ല ഹൈക്കോടതിയിൽ കൊടുക്കാൻ. ഇപ്പോൾ അത് പോയി. ഇപ്പോൾ സുപ്രീം കോടതി ബിഹേവ് ചെയ്യുന്നത് ഈ ഹൈക്കോടതികളുടെ ബോസായിട്ടാണ്. അതുകൊണ്ട് അവരെ പേറ്റണൈസിങ് സ്റ്റൈൽ, എന്താ ഇത്, എന്ത് ജഡ്ജ്മെൻറ്റ്, ആരത്, വാട്ട് ഈസ് ദിസ്, ഇങ്ങനെയൊക്കെ പറയും. രണ്ടാമത് പരിശോധിക്കണം, തിരിച്ചയക്കുക, അങ്ങനെ ബോസായിട്ട് മാറി. അപ്പോൾ ഹൈക്കോടതികൾ എന്ത് ചെയ്തു, മാനം വേണമെങ്കിൽ മൗനം വേണമല്ല. അതുകൊണ്ട് അവർ പല കാര്യത്തിലും മൗനം പാലിക്കുകയും വെറുതെ വഴക്കിന് പോകേണ്ട, കാരണം അധികാരം സുപ്രീം കോടതിയുടെ കയ്യിലാണ്. അതുകൊണ്ട് വഴക്കിന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങളിൽ വളരെ സ്മൂത്തായിട്ടത്
സുപ്രീം കോടതിയിലേക്ക് പോകുന്ന രീതിയിൽ എഴുതി വിടുക. ഓ, അവിടെ നിന്നൊരു കമൻറ്റ് വരാത്ത രീതിയിൽ ഫ്രെയിം ചെയ്യുക സെൻറ്റൻസസ്. ഇങ്ങനെ ചെയ്ത് ഹൈക്കോടതികൾ കുറച്ച് കെയർഫുള്ളായി. അപ്പോൾ നമ്മുടെ പണ്ടൊക്കെ സാറേ നേരത്തെ ഉണ്ടല്ലോ, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് കൊലപാതക കേസ് വരെ ഹൈക്കോടതിയിൽ തീരും. സുപ്രീം കോടതി പിന്നെ അപ്പീലൊന്നും പോകാറില്ല, ഹൈക്കോടതി കഴിഞ്ഞു. ഇപ്പം അങ്ങനെയല്ല. സുപ്രീം കോടതി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് ഏത് വേരിയബിൾ കേസും സുപ്രീം കോടതിയിൽ എടുക്കും. സുപ്രീം കോടതി ഒരു മുനിസിപ്പൽ കോടതിയാണ്. ഡൽഹി മുനിസിപ്പൽ കോടതിയാണ് നമ്മളുടെ സുപ്രീം കോടതി. ഡൽഹിയിൽ ബുൾഡോസർ കൊണ്ട് ബിൽഡിങ് തോട്ടനെ കപ്പിൽ സിപ്പൽ ഓടിപ്പോൾ മൊത്തം സുപ്രീം കോടതി സ്തംഭിക്കുന്നു. ഒരുത്തൻ്റെ ബിൽഡിങ് ഇത് ബുൾഡോസർ വെച്ചാൽ അതൊന്നും അല്ലല്ലോ സുപ്രീം കോടതി. ഭരണഘടനാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം നോക്കുക. കെട്ടിടം പൊളിക്കണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് മുനിസിപ്പാലിറ്റിയുടെ ജോലിയാണ്. അതിന് സ്റ്റേ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ മുനിസിപ്പിൻ്റെ ജോലിയാണ്. ആ മുനിസിപ്പിൻ്റെ ജോലി സുപ്രീം കോടതി ഏറ്റെടുക്കുകയാണ്. മുനിസിപ്പാണ് ഇതിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് എന്താ, നമ്മുടെ വേലി ഒരുത്തം വിളിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പൽ കോടതി പോയിട്ട് ഇഞ്ചക്ഷൻ മേടിക്കും. ആ കോടതി നിൽക്ക് ഞാനൊരു കമ്മീഷനെ വയ്ക്കാം, അതിൽ നോക്കാൻ നോക്കും. ഈ ജോലി സുപ്രീം കോടതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി ശരി, ഡെയിലി ഇപ്പോൾ ഇത് വാർത്ത വരുന്നില്ല. അപ്പോൾ ഇത് സുപ്രീം കോടതി റെഡ്യൂസ് ദംസെൽവ്സ് ടു സം സോർട്ട് ഓഫ് മുനിസിപ്പൽ കോർട്ട്. അത് വല്ലാത്ത പ്രശ്നമാണ് നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്നത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. ദേ ആർ സപ്പോസ് ടു ഗോ ത്രൂ വെയർ ഈ വേലിപൊളി കേസോ വിവാഹമോചന കേസോ ഒന്നും അവിടെ വരാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉണ്ടോ? ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ഇഷ്യൂ, ദർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ. ഒരു ആക്റ്റിൽ ഇത് പാടില്ല എന്ന് പറയുന്നു. അതേസമയം മനുഷ്യ ജീവിതം അത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ന്യായമാണെന്ന് തോന്നുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ് കൊണ്ടുപോയി ഞങ്ങൾ പരിശോധിക്കട്ടെ. അപ്പോൾ ടി ജി പറഞ്ഞു വരുന്നത് ഹരി ദേവഗീതിൻ്റെ പെറ്റീഷൻ ഹൈക്കോടതി പതുക്കെ സുപ്രീം കോടതിക്ക് അപ്പീൽ പോയിക്കോട്ടെ എന്ന രീതിയിൽ വിധി പറയാതെ അങ്ങനെ ചെയ്യാനും സാധ്യതയുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പർമെൻറ്റ് ഓഫ് ദ ജഡ്ജ്. ചിലരുണ്ടല്ലോ അവരുടെ അധികാരം അസർട്ട് ചെയ്തുകൊണ്ട് ഓക്കെ ഐ വിൽ റൈറ്റ് എ ജഡ്ജ്മെൻറ്റ്, സുപ്രീം കോടതി എന്ത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുമുണ്ട്. കോൺട്രവേഴ്സി ഒരല്പം ഭയക്കുന്ന ജഡ്ജ്മെൻറ്റ് പേഴ്സണൽ ടെമ്പർമെൻ്റാണ്. അവർ മോശം ജഡ്ജ് ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. ഒരാൾ അല്പം കൂടെ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നു, മറ്റേ ആൾ റിസ്ക് വേണ്ടപ്പ എന്ന് തീരുമാനിക്കും. ബട്ട് ഐ തിങ്ക് ഞാൻ കേട്ടിടത്തോളം ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിച്ചില്ല. ബട്ട് ഞാൻ ധരിക്കുന്നത് ഇന്ത്യൻ കോടതികൾ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് നീതി കിട്ടും എന്ന് തന്നെ വേണം തീർച്ചയായും. ഹൈക്കോടതിയിൽ കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഉറപ്പായിട്ട് കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.